കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു ബെഡ്റൂമിന്റെ ഹെഡ് ബോർഡ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഇവിടെ എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയി എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പാനൽ എന്ന് പറയുന്നത് പ്ലൈവുഡ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് കട്ടർ വെച്ച് ഗ്രൂവ് ചെയ്തു, എന്നിട്ട് ബ്ലാക്ക് പെയിന്റ് ചെയ്തു. അപ്പോൾ ഒരു പ്ലൈവുഡിന്റെ പീസ് മാത്രമേ ഉള്ളൂ ഇത്. ഇതും ഒരു പ്ലൈവുഡിന്റെ പീസ് ഡയറക്റ്റ് വാളിലേക്ക് സ്ക്രൂ ചെയ്തിട്ട് അതിന്റെ പുറത്തേക്ക് എഡ്ജ് ബാൻഡ് ഒട്ടിച്ചിരിക്കുന്നതാണ്. മുകളിൽ ഇത്ര ഏരിയയിൽ ടെക്സ്ചർ പെയിന്റും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ഷീറ്റ് പ്ലൈവുഡ് പുറത്ത് ഒട്ടിച്ചു, അതിന്റെ പുറത്ത് അതിന്റെ ലാമിനേറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാലോ ഇതിന്റെ കോസ്റ്റ് എത്ര വന്നു എന്നുള്ളത്. മുകളിൽ പെയിന്റേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു ഹെഡ് വാൾ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ കളറിനെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലും കിട്ടും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ റൂമിന്റെ ഹെഡ് വാൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടും. അതിന്റെ കൂടെ വരുന്ന ഈ പറഞ്ഞ പോലെ കട്ടിലും ബാക്കി കാര്യങ്ങളും എല്ലാം സോഫ്റ്റ് ഫർണിഷിങ് അതുമായിട്ട് മെർജ് ആയി പോയാൽ ബെസ്റ്റ് ആയിരിക്കും. ഇവിടെ കർട്ടൻ നോക്കിയാൽ തന്നെ അറിയാം, ആ കർട്ടൻ വന്നതും അതേ സെയിം കളറിൽ തന്നെ നമ്മൾ കർട്ടന്റെ ഫാബ്രിക് എടുത്തു. അപ്പം അങ്ങനെ ഒരു റൂമിലെ കളർ പാലറ്റ് മുഴുവൻ പ്രോപ്പറായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഹെഡ് വാൾ എൻഹാൻസ്ഡ് ആയിട്ട് നിൽക്കും.